ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും GN&GJയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ മീൻ മസാല കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് 1/2 കിലോ അയില മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. മീനിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ എണ്ണയും ചേർത്ത് മിക്സ് ആക്കാം. മസാലയൊക്കെ നന്നായിട്ട് പിടിക്കണം. അതുകൊണ്ട് മീനൊക്കെ ഇങ്ങനെ നടുവിൽ കീറി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ മസാലയൊക്കെ നന്നായി മീനിലോട്ട് ഇറങ്ങി ടേസ്റ്റി ആയിരിക്കും. ഇനി ഒരു നാരങ്ങ സൈസ് പുളി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് പുളിവെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു പാൻ ചൂടാക്കി 2 ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് വറുത്തെടുക്കാം. ചെറുതായി നിറം മാറി വരുമ്പോൾ പ്ലേറ്റിലോട്ട് മാറ്റാം. അതേ പാനിലോട്ട് 12 ചുവന്ന മുളക് ചേർത്ത് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. അതും ചെറുതായി നിറം മാറുമ്പോൾ പ്ലേറ്റിലോട്ട് മാറ്റാം. ചൂടാറിയതിനു ശേഷം വറുത്ത മല്ലിയും മുളകും വെള്ളം ചേർക്കാതെ പൊടിക്കാം. ഇതുപോലെ വേണം പൊടിച്ചെടുക്കാൻ. ഇത് മാറ്റി വെച്ചതിന് ശേഷം വീണ്ടും പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയതിനു ശേഷം 15 വെളുത്തുള്ളി ചേർത്ത് സോട്ട് ചെയ്യാം. 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്ത് സോട്ട് ചെയ്യാം. ഇനി പാനിലോട്ട് 20 ചെറിയ ഉള്ളി ചേർത്ത് 3 മിനിറ്റ് സോട്ട് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ കുരുമുളകും 1 ടീസ്പൂൺ ജീരകവും ചേർത്ത് വഴറ്റിയതിനു ശേഷം കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഉള്ളിയൊക്കെ നിറം മാറി വരുമ്പോൾ ഇത് ഒരു മിക്സിയിലോട്ട് മാറ്റി 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും ആദ്യം പൊടിച്ചു വെച്ച മല്ലിയും മുളകും ചേർത്ത് അരച്ചെടുക്കണം. അരച്ചതിലോട്ട് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്നുകൂടി അരയ്ക്കാം. അപ്പം മസാല പേസ്റ്റ് പോലെ ഇതുപോലെ ആയി കിട്ടും. കടായിലോട്ട് 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കിയതിനു ശേഷം 1 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ ചതച്ച വെളുത്തുള്ളി ചേർത്ത് വഴറ്റിയതിനു ശേഷം 2 പച്ചമുളക് 2ആക്കി കീറിയതും 1 സവാള ചെറുതായി അരിഞ്ഞതും ചേർത്ത് സവാള നിറം മാറി ഗോൾഡൻ ബ്രൗൺ ആവും വരെ വഴറ്റണം. ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും 3 തക്കാളി അരിഞ്ഞതും ചേർത്ത് നന്നായിട്ട് വഴറ്റാം. തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞു വരുമ്പോൾ അരച്ചു വെച്ചിരിക്കുന്ന മസാല ചേർത്ത് മിക്സാക്കാം. മിക്സിയിലോട്ട് വെള്ളം ഒഴിച്ച് അതും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഗ്രേവിയുടെ കൺസിസ്റ്റൻസിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഗ്രേവി തിക്കായി വേണമെന്നുള്ളവർക്ക് വെള്ളം കുറച്ച് ചേർത്താൽ മതി. ഈ സമയത്ത് ആവശ്യാനുസാരം ഉപ്പും ചേർത്ത് കൊടുക്കണം. ഇതിലോട്ട് കലക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർക്കാം. ഇനി ഇതൊന്ന് മിക്സ് ആക്കിയതിനു ശേഷം നല്ലതുപോലെ ഒന്ന് തിളച്ചോട്ടെ. നന്നായി തിളച്ച് വരുന്ന സമയത്ത് മീൻ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്തതിന് ശേഷം മീൻ വേവാനായിട്ട് 5 മിനിറ്റ് കൂടി തിളപ്പിച്ചെടുക്കാം. പതുക്കെ ഇളക്കി കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ മീൻ ഉടഞ്ഞു പോവും. അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പം അത്രയേ ഉള്ളൂ, സ്വാദിഷ്ടമായ മീൻ മസാല കറി തയ്യാറായി കഴിഞ്ഞു. ഫിഷ് കറി എപ്പോഴും ഒരേപോലെ ഉണ്ടാക്കി ബോറടിച്ചവർക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഫിഷ് മസാല കറി ഉണ്ടെങ്കിൽ ചോറിന് കഴിക്കാൻ വേറെ ഒന്നും തന്നെ ആവശ്യമില്ല. അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ ഇത് എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് വരാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ബൈ.